തിരുവനന്തപുരം അയിരൂരിൽ കെ.എസ്.ഇ.ബി. ജീവനക്കാർ മദ്യപിച്ചെത്തി പ്രതികാര നടപടി സ്വീകരിച്ചുവെന്ന ഉപഭോക്താവിന്റെ പരാതി നിഷേധിച്ച് കെ.എസ്.ഇ.ബി. മീറ്റർ കത്തുന്നുവെന്ന് പരാതിപ്പെട്ട കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോയ ജീവനക്കാരനെ കുടുംബം അസഭ്യം പറഞ്ഞതെന്നും കെ.എസ്.ഇ.ബി. പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ മാനസ മനോജ് നൽകും. മാനസ, ലൈൻമാൻ മദ്യപിച്ചിരുന്നു എന്ന തരത്തിലെല്ലാം കുടുംബം വാർത്ത നൽകിയിരുന്നു. അത്തരം വാർത്തകൾ വലിയ രീതിയിൽ തന്നെ പല മാധ്യമങ്ങളിലും ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഇതാ കെ.എസ്.ഇ.ബി. വാർത്ത നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അനന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ വർക്കല അയിരൂരിൽ രാജീവൻ എന്നയാളുടെ വീട്ടിൽ മീറ്റർ കത്തുന്നു എന്ന പരാതിയെ തുടർന്ന് ജീവനക്കാർ അത് പരിഹരിക്കാനായി അവിടെ എത്തിയത്. ശേഷം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ിനിടെ വീട്ടുകാർ തന്നെ ഈ ലൈൻമാൻമാരെ വളരെ മോശമായി അസഭ്യ ഭാഷയിൽ ചീത്ത വിളിക്കുകയും ഒപ്പം തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ സമ്മതിക്കാത്ത തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ലൈൻമാൻമാർ തിരികെ വരാൻ ശ്രമിച്ചപ്പോഴും ഇവരെ തിരികെ വരാൻ സമ്മതിച്ചില്ല. തുടർന്നാണ് സംഭവം പോലീസ് കേസാവുകയും പോലീസ് എത്തി ജീവനക്കാരെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജീവനക്കാർ മദ്യപിച്ചെത്തി എന്നാണ് കുടുംബം നിലവിൽ ഇപ്പോൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും ഇതേ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് പോലീസ് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയതിന് പിന്നാലെ തെളിയുന്ന ഈ ലൈൻമാൻമാർ മദ്യപിച്ചില്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരുന്നു. എങ്കിൽ കൂടിയും ഈ മീറ്റർ പ്രശ്നം പരിഹരിക്കാൻ സമയമെടുക്കുമെന്നും ഈ ജീവനക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ആ വീട്ടിൽ വൈദ്യുതി ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് വീട്ടുകാർ ഈ ജീവനക്കാർക്കെതിരെ പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജീവനക്കാർ മദ്യപിച്ചെത്തി പ്രശ്നം പരിഹരിക്കാനെത്തി എന്നാണ് ആരോപിക്കുന്നതെങ്കിൽ കൂടിയും വസ്തുതാ വിരുദ്ധമായ ആരോപണമാണ് എന്നാണ് നിലവിൽ കെ.എസ്.ഇ.ബി. അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മീറ്റർ കത്തുന്നു എന്ന പരാതിപ്പെട്ട കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കാനാണ് പോയത്. തിരികെ വരാനും ഈ ജീവനക്കാരെ വ്യക്തമാണ്. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും മാനസ മനോജ്.